ഹലോ. അപ്പോൾ ഇങ്ങനെ ഇടുന്ന റൂമിനെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുത്താലോ? ഇത് നമ്മുടെ ഓണം ക്ലീനിങ്ങിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. കിടക്കാനൊന്നും യൂസ് ചെയ്യുന്ന റൂമല്ല. ഇത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും ഹസ്ബൻഡ് വർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന റൂമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നതിനൊക്കെ ഞാൻ കൊണ്ടുപോയി അലക്കാനിട്ടു. മെത്തയുടെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഒതുക്കി. മോൻ വന്നിരുന്ന് കളിക്കുന്നത് കൊണ്ട് ഇവിടെ കട്ടിലിട്ടിട്ടില്ല. അപ്പോൾ മെത്തയിലാണ് അവൻ വന്നിരുന്ന് കളിക്കാറ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വന്ന് കളിയില്ല. അതിൻ്റെതാണ് ഇപ്പൊ ഈ റൂം ഇത്രയും ഇതായിട്ട് കാണുന്നത്. മെത്തയുടെ പുറത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം അലക്കാനുള്ള നേരത്തെ വിരിച്ചിട്ടുന്ന ഷീറ്റാണ്. അത് ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വിരിച്ചിട്ടു. അപ്പോൾ പൊടിയെല്ലാം അതിന്റെ മേളിലങ്ങ് വീണ് കിടന്നോളും. എന്നിട്ട് പിന്നെ ഞാൻ തറയിൽ കുറച്ച് എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം മേളിലേക്ക് കയറ്റിയതിന് ശേഷം ജനലെല്ലാം തുറന്നിട്ട് വലയടിച്ചു. നല്ലോണം വല പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് വലയടിച്ചത്. വീട്ടിലെ ഏറ്റവും കൂടുതൽ പൊടി പിടിച്ചിരിക്കുന്നത് ജനലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് പൊടിയും അഴുക്കും ഓരോ തവണ അടിക്കുമ്പോഴും ഉണ്ട്. അങ്ങനെ ജനലിന്റെ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചുമരിലും എല്ലായിടത്തും വലയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫർണിച്ചറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അടിച്ചെടുത്തു. ഏറ്റവും വലിയ പണി ഈ ടേബിൾ ഒതുക്കുക എന്നുള്ളതായിരുന്നു. ഈ കാണുന്ന രീതിയിലുള്ള ടേബിളിലിരുന്നാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ ഐഡിയ വരില്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ ടേബിൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഒതുക്കി. ഇനി വർക്ക് ചെയ്താലും ഐഡിയ വരുമോ ഇല്ലയോ നമുക്ക് അറിയണമല്ലോ. അതെല്ലാം എടുത്ത് മെത്തയുടെ മേളിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ടേബിളെല്ലാം ഒന്ന് അടിച്ച് തുടച്ചെടുക്കുന്നുണ്ട്. അഴുക്കുണ്ടായിരുന്നു. ഒരു തുണി നനച്ച് നല്ലോണം തുടച്ചെടുത്തു. അതിൽ ബുക്സ് മാത്രം ഞാൻ ടേബിളിലേക്ക് മാറ്റി. പേപ്പറെല്ലാം കൂടെ ഒരു കവറിനകത്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കി എടുത്തോളും. പിന്നെ ഞാൻ മെത്തയിൽ കിടന്ന പൊടിയെല്ലാം നല്ലോണം തട്ടിക്കൊടഞ്ഞ് താഴേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ പൊടിയും അഴുക്കും എല്ലാം നല്ലോണം അടിച്ചു വാരി എടുത്ത് കൂട്ടി. പിന്നെ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കത്തിക്കാനുള്ളതാണ്. അതെല്ലാം ആദ്യം ഒന്ന് മാറ്റിയതിന് ശേഷം കൂടെ അടിച്ചു വാരി എടുത്തു. എന്നിട്ട് ഞാൻ പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് തലയണ കവറൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ റൂമിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടാറ്റാ.